ഫ്രണ്ടിലായിട്ട് സെൻട്രലായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് സ്റ്റേണത്തിന് കുറച്ച് പുറകിലായിരിക്കും. അതേപോലെ തന്നെ അയോർട്ടയുടെ വെൻട്രൽ സൈഡിലായിട്ടായിരിക്കും ഈ ഒരു ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഗ്ലാൻഡ് ആണ് ഇത് തൈമസ് ഗ്ലാൻഡ്. ഈ തൈമസ് ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ദാറ്റ് ഇസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. ഓക്കെ, ഈ തൈമോസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മുടെ T ലിംഫോസൈറ്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻസിയേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സ്. ആ T ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക, സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. ഓക്കെ, അത് മാത്രമല്ല ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷനും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുവഴി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും. സോ തൈമോസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡിഫറൻസിയേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സ് which provide cell mediated immunity, and the second one is they promote antibody production for humoral immunity. ഈ കാണുന്നതാണ് നമ്മുടെ തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഓക്കെ, ഇനി ഈ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുമ്പോഴേക്കും ഈ തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോകും. അതായത് ഒരു ചെറിയ കുട്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യങ് സ്റ്റേജിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൈമസ് ഗ്ലാൻഡ് കുറച്ചുകൂടി ലാർജർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഏജ് ആവും തോറും ഈ തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, ചെറുതായിട്ട് വരും. ഓൾഡ് ഏജ് ആവുമ്പോഴേക്കും ഈ തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, കുറയും. കാരണം എന്താ, ഇവിടെ തൈമസ് ഗ്ലാൻഡ് ആണ് T സെൽസിന്റെ ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ ആന്റിബോഡിന്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. സോ അപ്പൊ അതില്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. സോ ദ തൈമസ് ഈസ് ഡീജനറേറ്റഡ് ഇൻ ഓൾ ഇൻഡിവിജ്വൽസ്. So the production of thymosin decreases. As a result, the immune responses of all persons become weak. So that is about thymus gland. ഇനി അടുത്ത ഗ്ലാൻഡ് ഏതാ, adrenal gland. ഈ adrenal gland എവിടെയാ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടാണ് ആരെ കാണുന്നത്, adrenal glandനെ കാണുന്നത്. രണ്ട് കിഡ്നിയുടെ മുകളിലായിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും, adrenal glandനെ കാണാൻ സാധിക്കും. ഇതാണ് adrenal gland എന്ന് പറയുന്നത്. ഈ adrenal ഗ്ലാൻഡിന് രണ്ട് റീജിയൻ ഉണ്ട്. ഔട്ടർ റീജിയനെ കോർട്ടെക്സ് എന്ന് പറയും, ഇന്നർ റീജിയൻ എന്ന് പറയും, മെഡുല എന്ന് പറയും. സോ ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല, ഇതാണ് നമ്മുടെ adrenal ഗ്ലാൻഡിന്റെ രണ്ട് പാർട്സ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ adrenal കോർട്ടെക്സിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇന്നർ റീജിയൻ. ഇന്നർ റീജിയനിൽ കാണുന്ന ആ ലെയറിനെ പറയുന്ന പേരാണ് സോണ റെറ്റിക്കുലാരിസ്. മിഡിൽ കാണുന്ന ലെയർ ആണ് സോണ ഫാസിക്കുലേറ്റ. അതേപോലെ തന്നെ ഔട്ടർ ലെയർ ആണ് ഇത് സോണ ഗ്ലോമറുലോസ. അപ്പൊ കോർട്ടെക്സിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സോണ ഗ്ലോമറുലോസ, മിഡിൽ സോണ ഫാസിക്കുലേറ്റ, ഇന്നർ സോണ റെറ്റിക്കുലാരിസ്. ഇങ്ങനെ 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഇവര് കളക്റ്റീവായിട്ട് ഈ കോർട്ടെക്സിൽ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ്. ഓക്കെ, സോ adrenal cortex സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ്. ഈ കോർട്ടിക്കോയിഡ്സ് പല ടൈപ്പിലുണ്ട്. അതിലൊന്നാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ആ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ് ഇത് കോർട്ടിസോൾ. മറ്റൊരു കോർട്ടിക്കോയിഡ് ആണ് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഈ മിനറലോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. ഇനി അത് കൂടാതെ ആൻഡ്രോജനിക് കോർട്ടിസോൾസും കാണാൻ സാധിക്കും, കോർട്ടിക്കോയിഡ്സും നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. സോ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് മെയിൻ ആയിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ ദേ ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അതുകൂടാതെ ദേ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജൻസിസ്, ലിപ്പോളിസിസ് ആൻഡ് പ്രോട്ടിയോളിസിസ്. ലിപ്പോളിസിസ് എന്ന് പറയുമ്പോൾ ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, പ്രോട്ടിയോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇതൊക്കെയാണ് ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ദേ ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. നമ്മുടെ അമിനോ ആസിഡ്സിനെ സെൽസ് അപ്ടേക്ക് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യൂട്ടിലൈസേഷൻ അതൊക്കെ അവരെന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ മെയിൻറ്റെയിൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് കിഡ്നി ഫംഗ്ഷൻ. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കിഡ്നിയുടെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്താനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോർട്ടിസോൾ സ്റ്റിമുലേറ്റ്സ് RBC പ്രൊഡക്ഷൻ. RBCയുടെ പ്രൊഡക്ഷനും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊഡ്യൂസസ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഓക്കെ, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഫോം ചെയ്യില്ലേ, അതിനൊക്കെ ഇവരെന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസസിനൊക്കെ ഇവരെന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് മിനറലോകോർട്ടിക്കോയിഡ്സ്. മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് അവർ നമ്മളുടെ വാട്ടർ ഇലക്ട്രോലൈറ്റ്സിന്റെ മെക്കാനിസം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ദേ റെഗുലേറ്റ് ദ വാട്ടർ മീൻസ് ബോഡി ഫ്ലൂയിഡ് വോളിയം, നമ്മളുടെ ബോഡി ഫ്ലൂയിഡ് വോളിയം, അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഇതൊക്കെയാണ് ചെയ്യുക മിനറലോകോർട്ടിക്കോയിഡ്സ് ചെയ്യുന്നത്. കൂടാതെ ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആര്? മിനറലോകോർട്ടിക്കോയിഡ്സ്. സോ മിനറലോകോർട്ടിക്കോയിഡ്സ് നമ്മുടെ വാട്ടർ, അതായത് ബ്ലഡ് വോളിയം, അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിന്റെ വോളിയം, ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് ആൽഡോസ്റ്റിറോൺ. മിനറലോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ് aldosterone എന്ന് പറയുന്നത്. And this aldosterone stimulates the reabsorption of Na+ and water from renal tubules. Renal tubules നിന്ന് Na+ന്റെയും അതേപോലെ തന്നെ വാട്ടറിന്റെയും reabsorption എന്തെയും ഇവർ ഇൻക്രീസ് ചെയ്യും. അതുകൂടാതെ K+ന്റെയും PO4 അയോൺസിന്റെയും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യാനും ആരാണ് കാരണമാകുന്നത്? ഈ പറയുന്ന ആൽഡോസ്റ്റിറോൺ ആണ് കാരണമാകുന്നത്. സോ ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഈ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് ആണ് നമ്മുടെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ്, അതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് ആണ്. സോ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് എന്തിന് കാരണമാവുന്നത്? ഈ ഫേഷ്യൽ ഹെയർ, പ്യൂബിക് ഹെയർസ് ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് അഡ്രീനൽ കോർട്ടക്സിനെ കുറിച്ചിട്ട് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യം. ഇനി അത് കൂടാതെ ഈ പറയുന്ന കോർട്ടിക്കോയിഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കുറയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കില്ല. നമുക്കറിയാം കോർട്ടിക്കോയിഡ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരില്ലാണ്ടായി കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡി എന്താവും? വീക്കൺ ചെയ്യും. വീക്കായിട്ട് പോവും. മാത്രമല്ല നമ്മൾ തളരും. ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയാം? അഡിസൻസ് ഡിസീസ് എന്ന് പറയാം. അപ്പോൾ കോർട്ടിസോൾസിന്റെ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ്സിന്റെ ഡെഫിഷ്യൻസി കാരണം നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കാണ്ട് വരെയും അങ്ങനെ ബോഡി വീക്ക് ആവുന്ന ആ ഒരു കണ്ടീഷനെ, അങ്ങനെ ഒരു ഡിസീസിനെയാണ് എന്തെന്ന് പറയാ? അഡിസൻസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതാണ് അഡിസൻസ് ഡിസീസ് വന്നിട്ടുള്ള ഒരാളുടെ ഫിഗർ. ഇതാണ് ഫേസ്. നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെ ഭയങ്കര എന്തായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. സോ ദാറ്റ് ഈസ് അഡിസൻസ് ഡിസീസ്. ഇനി അഡ്രീനൽ കോർട്ടക്സ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു റീജിയൻ ആണിത്, ഇന്നർ റീജിയൻ ആണിത് അഡ്രീനൽ മെഡുല, അല്ലെ? ഈ അഡ്രീനൽ മെഡുലയും ഇതേപോലെ സെർട്ടൈൻ ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസ് ആണ് ഇത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. എപ്പിനെഫ്രിൻ is otherwise known as adrenaline. Norepinephrine is otherwise known as noradrenaline. Adrenaline നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. Adrenaline എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മൾ പേടിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് adrenaline എന്ന് പറയുന്നത്. So the adrenal medulla produces hormones and they are collectively called catecholamines. അതായത് അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിലുള്ള ഹോർമോൺസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡ്രിനാലിനും അതേപോലെ തന്നെ നോർ അഡ്രിനാലിനും. അഡ്രിനാലിന് പറയുന്ന മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിന് പറയുന്ന മറ്റൊരു പേരാണ് നോർ എപ്പിനെഫ്രിൻ. ഇതില് ഈ പറയുന്ന ഹോർമോൺസും റാപ്പിഡ് ആയിട്ടായിരിക്കും സിന്തസൈസ് ചെയ്യുക. ഏത് ടൈമിലാണ് ഇവർ റാപ്പിഡ് ആയിട്ട് സിന്തസൈസ് ചെയ്യുക? നമ്മൾ ഹൈ സ്ട്രെസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പേടിക്കുക, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പറയുന്ന പേരാണ് എമർജൻസി ഹോർമോൺ, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. Clear? So they are rapidly secreted in response to stress, emergency situations. So they are known as emergency hormone or otherwise hormones of fight or flight. Okay. ഇനി ഈ ഹോർമോൺസ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടായിരിക്കും? നമ്മൾ കൂടുതൽ അലേർട്ട് ആണ്. ഇപ്പൊ നമ്മളൊരു നായ ഓടിയെത്തിയെന്ന് വിചാരിക്കാം, ഭയങ്കര സ്പീഡിൽ ഓടും. ഇതുവരെ നമുക്ക് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്ന പോലെ നമുക്കറിയില്ല, അത്ര സ്പീഡിൽ നമ്മൾ ഓടും. അത്രയ്ക്ക് നമ്മൾ ആക്റ്റീവ് ആവും, നമ്മൾ ഭയങ്കര അലേർട്ട് ആവും. അപ്പുറത്ത് കൂടി വരുന്നുണ്ട്, ഇപ്പുറത്ത് കൂടി വരുന്നുണ്ട്, അത്ര തന്നെ നമ്മൾ എന്താവും? അലേർട്ട് ആവും. സോ അലേർട്ട്നെസ്
പേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്യൂപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. അതുപോലെ സ്വെറ്റ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, കോൺട്രാക്ഷൻ ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ റേറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ എന്തിന്റെ റിസൾട്ട് ആണ്, ഈ പറയുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ എഫക്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ദേ സ്റ്റിമുലേറ്റ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അതായത് നോർമലി നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസിനെ നമ്മുടെ ലിവറിൽ ഗ്ലൈക്കജൻ എന്ന് പറയുന്ന ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കജനെ നമ്മുടെ ഈ പറയുന്ന ഹോർമോൺസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇവർ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കൂടും, എനർജി കൂടും അല്ലേ. So they also stimulate the breakdown of glycogen to increase the glucose in blood and also stimulate the breakdown of lipids and proteins. ഇതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മളുടെ അഡ്രീനാലിന്റെയും അതേപോലെ തന്നെ നോൺ അഡ്രീനാലിന്റെയും ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് അഡ്രീനൽ ഗ്ലാൻഡ്. ഇനി അഡ്രീനൽ ഗ്ലാൻഡിന്റെ അടുത്തായിട്ട് വേറൊരു ഗ്ലാൻഡ് കൂടി ഉണ്ടല്ലോ, പാൻക്രിയാസ്. നമ്മൾ പറഞ്ഞായിരുന്നു പാൻക്രിയാസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്, which means അല്ലെങ്കിൽ ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഗ്ലാൻഡ് ഓർ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഉണ്ട്, ഹെക്സോക്രൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയും, ഹെറ്ററോക്രൈൻ. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഉള്ളതുകൊണ്ട് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. എന്ന് പറയാൻ കാരണം എന്താ, അതിന് ഹെക്സോക്രൈൻ പാർട്ടും ഉണ്ടായിരിക്കും, എൻഡോക്രൈൻ പാർട്ടും ഉണ്ടായിരിക്കും. ഇതില് കൂടുതൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന കുറച്ച് സെൽസ് ഉണ്ട്. ആ സെൽസ് ആണ് ഇതിന്റെ endocrine part ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Okay, so the islets of Langerhans are the endocrine part, and there are about 1 to 2 million islets of Langerhans are present in the pancreatic tissues. Okay, ഇതിൽ തന്നെ ഈ islets of Langerhans രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, ആൽഫ സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ ബീറ്റ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് ഗ്ലൂക്കഗണും ബീറ്റ സെൽസ് ഇൻസുലിനുമാണ് സിന്തസൈസ് ചെയ്യും. ആൽഫ സെൽസ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോണിനെ സിന്തസൈസ് ചെയ്യും. ബീറ്റ സെൽസ് എന്ത് ചെയ്യും, അവര് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആന്റഗോണിസ്റ്റിക് ആണ്. അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അതായത് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഗ്ലൂക്കഗണിനെ കുറിച്ചിട്ടാണ്. ഗ്ലൂക്കഗൺ ഈസ് അതർവൈസ് നോൺ ആസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ് ആര്, ഗ്ലൂക്കഗൺ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഈ ഹോർമോൺ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. അങ്ങനെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യും, കൂട്ടും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് ഇവരെന്തെന്ന് പറയുന്നത് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ their function is they act on hepatocytes. Hepatocytes എന്ന് പറഞ്ഞാൽ liver cells and stimulate glycogenolysis. Glycogenolysis means ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് ഗ്ലൈക്കജനോളിസിസ് എന്ന് പറയുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ആണ് അവർ എന്ത് ചെയ്യുന്ന പറയാ ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോൺ എന്ന് പറയാം. അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്തെന്ന് പറയും, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. ഓക്കെ, ആ ഹൈപ്പർ ഗ്ലൈസീമിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ആയതുകൊണ്ടാണ് ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോൺ എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ദേ റെഡ്യൂസ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് യൂട്ടിലൈസേഷൻ. അതായത് സെൽസ് ഈ ഗ്ലൂക്കോസിന് അപ്ടേക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതും ഇവരെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ആര്, ഈ ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോൺ. പക്ഷേ ഇൻസുലിൻ എന്ന് പറയുന്ന വേറൊരാൾ കൂടി ഉണ്ടല്ലോ, അവരിതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യും. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്, ഇൻസുലിൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ് പറയാം. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് they acts on hepatocytes and adipocytes. Adipocytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ടുള്ള സെൽസിനെയാണ് എന്തെന്ന് പറയാ, adipocytes എന്ന് പറയാം. ഹെപ്പാറ്റോസൈറ്റ്സിലും അതേപോലെ തന്നെ adipocytesലും ആക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, they enhances the cellular glucose uptake. സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും.
മാത്രമല്ല കൂടുതലായിട്ടുള്ള ഗ്ലൈക്കജനെ കൺവേർട്ട് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കജൻ ആയിട്ട് മാറ്റും. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. So they act on hepatocytes and adipocytes and enhance cellular glucose uptake and utilization. അപ്പോൾ സെൽസ് ഇത് കൂടുതലായിട്ട് അപ്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യും? കുറയും. സോ the blood glucose rapidly moves to hepatocytes and adipocytes. Thus the blood glucose level decreases. അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നതിനെയാണ് എന്ന് പറയാം ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ആണ് ആര്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. സോ ദേ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്. ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റും? ഗ്ലൈക്കജൻ ആയിട്ട് മാറ്റും. ഗ്ലൈക്കോജനസിസിനാണ് ആര് ഹെൽപ്പ് ചെയ്യുക? ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഇത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്ന ഒരു കണ്ടീഷനെയാണ് എന്ന് പറയാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ ഡിസോർഡർ ഡ്യൂ ടു ദ പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ. അതായത് കുറേ നാളത്തേക്കായിട്ട് ഈ ഗ്ലൂക്കോസിന്റെ ലെവലിൽ നമ്മളുടെ ബ്ലഡിൽ കൂടുന്ന ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയാ നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഹാർംഫുൾ കോമ്പൗണ്ട്സ് ലൈക്ക് കീറ്റോൺ ബോഡീസ്. നമ്മുടെ യൂറിനിലൂടെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അതായത് അത്രമാത്രം ഗ്ലൂക്കോസ് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടായിരിക്കും. ആ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള ആ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള കീറ്റോൺ ബോഡീസ് ഒക്കെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഓക്കെ, സോ ആ ഗ്ലൂക്കോസിൽ അല്ലെങ്കിൽ ആ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്തുണ്ടെന്നാണ്? അയാൾക്ക് ഡയബറ്റിസ് ഉണ്ടെന്നാണ്. അതായത് ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, സോ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ തെറാപ്പിയാണ്. ഇൻസുലിൻ ആണ് അവർക്ക് മെഡിസിൻ ആയിട്ട് കൊടുക്കുക. ഇൻസുലിന്റെ കുറവ് കാരണമാണല്ലോ ഇത് ഉണ്ടാകുന്നത്. സോ അപ്പോൾ അവർക്കുള്ള ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഇൻസുലിൻ തെറാപ്പി ആയിരിക്കും. ചില ആൾക്കാർ ഇൻസുലിൻ ഇടക്കിടക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കുത്തിവെക്കുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ അവരുടെ ഫുഡ് മറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ നോക്കും, അല്ലെ? അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, പാൻക്രിയാസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് ഇത് ഗൊണാഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിലിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് ആയിരിക്കും, ഫീമെയിലിൽ നോക്കുകയാണെങ്കിൽ ഓവറി ആണ് ഇത് ഗൊണാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so the gonads are of two types. One is testis, that is in male. Another one is ovary, that is in female. ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാവുന്നതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്, അല്ലെ? ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് സിന്തസൈസ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. ഓക്കെ, സോ ഒരു പെയർ ടെസ്റ്റിസ് ആണ് ആരിലുണ്ടാവുക? മെയിലുണ്ടായിരിക്കുക. അത് ഒരു സാറ്റലൈറ്റ് സ്ട്രക്ചറിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ആ സാറ്റലൈറ്റ് സ്ട്രക്ചറിനെയാണ് എന്ന് പറയുക സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റിസിനുള്ളിൽ കുറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, കുറേ കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഈ കമ്പാർട്ട്മെന്റ്സിനുള്ളിലായിട്ട് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. ആ ട്യൂബുലാർ സ്ട്രക്ചറിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുക. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തിട്ട് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. അതിലൊരു ടൈപ്പ് സെല്ലാണ് ഇത് ലേഡിക് സെൽ. ആ ലേഡിക് സെല്ലില് എന്ത് ചെയ്യും? അവരാണ് ഈ പറയുന്ന ഹോർമോൺസിന് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, so it is formed of seminiferous testis is formed of seminiferous tubule and interstitial tissues, and the Leydig cell or interstitial cell in the inner tubular space produce the hormone called androgen. So Leydig cell ആണ് ഏത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത്? ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത് Leydig cell ആണ്. ഇനി ഈ ആൻഡ്രോജന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ റെഗുലേറ്റ് ദ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആക്സസറി സെക്സ് ഓർഗൻസ്. മെയിലിലെ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻസും അതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ആൻഡ്രോജൻസ് ആണ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതേപോലെ തന്നെ സ്പെർമാറ്റോജെനസിസ്, സ്പെർമിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്. ആൻഡ് ദേ സ്റ്റിമുലേറ്റ് സെക്ഷൽ ബിഹേവിയർ, മെയിൽ സെക്ഷൽ ബിഹേവിയർ ആയിട്ടുള്ള
ലിബിഡോയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ആൻഡ്രോജൻ ആണ്. ആൻഡ് ദേ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് മസിൽസ്, ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്. അതായത് മെയിലിന്റെ എല്ലാ ക്യാരക്ടേഴ്സും അല്ലെ, അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഈ മെയിൽ ഹോർമോൺ ആണ്. ക്ലിയർ? സോ ആൻഡ് ഓൾസോ ദേ ഹെൽപ്സ് ഇൻ അനബോളിസം ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെയും അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒക്കെ പ്രൊഡക്ഷനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പറയുന്ന ആൻഡ്രോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് എന്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? മെയിലിന്റെ ഗൊണാഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, അതായത് ടെസ്റ്റിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ഏതാ? ഓവറി. ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസിൽ കാണുന്ന ഗൊണാഡ്സ് ആണ് ആര്? ഓവറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഓവറിയാണ് ഫീമെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഓവറി എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിലിൽ ഒരു പെയർ ഓവറി ഉണ്ടായിരിക്കും. രണ്ട് സൈഡിലായിട്ട് ഓരോ ഓവറീസ് എവിടെ ഉണ്ടായിരിക്കും? ഫീമെയിൽ ഉണ്ടായിരിക്കും. ഇവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഓവം എന്ന് പറയുന്നതാണ് എഗ് നമ്മൾ പറയാം. ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആണ് ഇത് ഓവം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. അത് ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാണ് അവർ ചെയ്യാം. ഇനി ഈ ഓവറി എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് ഒവേറിയൻ ഫോളിക്കിൾസ് വെച്ചിട്ടാണ്. കുറേ ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോളിക്കിൾസിന്റെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോളിക്കിൾസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഈ ഓവറി ഉണ്ടാക്കിയിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു? ഒവേറിയൻ ഫോളിക്കിൾസ് കൊണ്ടും അതേപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസ് കൊണ്ടാണ് ഓവറീസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒവേറിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത്? ഈസ്ട്രജൻ. ആൻഡ് ദാറ്റ് ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ. ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ആൻഡ് ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഫോംസ് എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഓവറിയുടെ ഉള്ളിൽ കുറേ ഫോളിക്കിൾസ് ഉണ്ട്. ആ ഫോളിക്കിൾസ് ഗ്രോ ചെയ്ത് ആ ഫോളിക്കിൾസിന്റെ ഉള്ളിലാണ് എഗ് ഉണ്ടായിരിക്കുക. ആ ഫോളിക്കിൾസ് ഗ്രോ ചെയ്തിട്ട് അവർ മെച്ചുവർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ഒരു യെല്ലോയിഷ് കളേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, അതാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയം സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ദാറ്റ് ഈസ് ഓൾസോ എ സ്റ്റിറോയിഡ് ഹോർമോൺ. ഈ പ്രൊജസ്ട്രോൺ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? സോ ഇനി നമ്മൾ പറയുന്നത് ഈസ്ട്രജന്റെ ഫംഗ്ഷൻ എന്താണ്? ഈസ്ട്രജൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഫീമെയിലിന്റെ സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ്, സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഹൈ പിച്ച് വോയിസ്, സെക്ഷൽ ബിഹേവിയേഴ്സ്, ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഈസ്ട്രജൻ ആണ്. അതുകൂടാതെ മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തിന്, മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും ആരാണ് കാരണമാവുന്നത്? ഈസ്ട്രജൻ ആണ് കാരണമാവുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഈസ്ട്രജന്റെ ഒരു ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എല്ലാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യുള്ളൂ? ഗ്രോ ചെയ്യുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഈസ്ട്രജൻ. ഇനി അതേപോലെ തന്നെ ആരുണ്ടെന്ന് പറഞ്ഞു? പ്രൊജസ്ട്രോൺ ഉണ്ട് അല്ലെ? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ആര് സിന്തസൈസ് ചെയ്യുന്നതാണ്? കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ആൻഡ് ദേ സപ്പോർട്ട് പ്രഗ്നൻസി. ഇവരാണ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മളുടെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. ആ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? നമ്മുടെ പ്രൊജസ്ട്രോൺ വേണം. Okay, so the progesterone supports the pregnancy and they acts on mammary gland to stimulate the formation of alveoli. Alveoli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് സ്ട്രക്ചർ ആണ്. ആ സാറ്റലൈറ്റ് സ്ട്രക്ചറിലാണ് മിൽക്ക് എന്ത് ചെയ്യുക? സെക്രീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ആൽവിയോളയിലാണ് മിൽക്കിന് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മിൽക്കിന്റെ സെക്രീഷനും ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഗൊണാഡ്സ്. അപ്പോൾ ഗൊണാഡ്സ് കഴിഞ്ഞു. ഇനി ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ വേറെ ചില ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിന്റെ ചില ഭാഗങ്ങൾ എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്? എൻഡോക്രൈൻ പാർട്ടായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെർട്ടൈൻ ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ഓർഗൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിലൊന്നാണ് അട്രിയൽ വാൾ ഓഫ് എ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ അട്രിയം, അതിന്റെ വാൾ, ഹാർട്ടിന്റെ അട്രിയൽ വാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിനെ പറയുന്ന പേരാണ് അട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ,
ANF, atrial natriuretic factor. ഇത് എക്സ്ക്രീറ്ററി ആ ഒരു പാർട്ട് ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ ഹ്യൂമൻ എക്സ്ക്രീഷൻ, ആ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ANFന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് ബ്രീഫായിട്ട് പറയുന്നത് മാത്രം. നമ്മുടെ ഹാർട്ടിന്റെ atrial walls സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ഒരു ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ ആണ് ഇത് atrial natriuretic factor എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നമ്മുടെ ബ്ലഡ് പ്രഷർ വല്ലാണ്ട് കൂടി എന്ന് വിചാരിക്കാം. അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഈ atrial natriuretic factor എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആ ഹോർമോൺ സിന്തസൈസ് ചെയ്യും. ആ ഹോർമോൺ നേരെ പോയിട്ട് നമ്മളുടെ ബ്ലഡിന്റെ വാൾസിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് ആ ബ്ലഡ് വെസൽസിനെ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും, വലിക്കും. അപ്പോൾ അതിനനുസരിച്ച് ബ്ലഡിന്റെ പ്രഷർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നത്? atrial natriuretic factor ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So the atrial wall of our heart produce a peptide hormone called atrial natriuretic factor or ANF. When blood pressure increases, the ANF causes the dilation of blood vessel to reduce blood pressure. Blood pressure reduce ചെയ്യാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ juxtaglomerular apparatus of our kidney. നമ്മുടെ കിഡ്നിയിലെ juxtaglomerular apparatus അല്ലേ? ആ juxtaglomerular apparatus അവര് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എറിത്രോപോയിറ്റിൻ, ആ എറിത്രോപോയിറ്റിൻ നമ്മളുടെ ബ്ലഡ് സെൽസ് കൂടുതലായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. എറിത്രോപോയിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സെൽസ് RBCന്റെ പ്രൊഡക്ഷനെയാണ് എറിത്രോപോയിസിസ് എന്ന് പറയുന്നത്. ആ എറിത്രോപോയിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. So the juxtaglomerular apparatus of kidney produce erythropoietin, that is a peptide hormone, and they stimulates erythropoiesis. Erythropoiesis means formation of RBC. RBC ന്റെ ഫോർമേഷനെയാണ് നമ്മൾ erythropoiesis എന്ന് പറയുന്നത്. And the gastrointestinal tract. Gastrointestinal tract എന്ന് പറയുമ്പോൾ നമ്മുടെ gastric region means stomachും അതേപോലെ തന്നെ intestine region അവരും certain hormones എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ they produce some peptide hormones. അതിന് എക്സാമ്പിൾ ആണ് gastric secretin, gastric inhibitory peptide അല്ലെങ്കിൽ GIP എന്ന് പറയും. അതേപോലെ തന്നെ cholecystokinin CCK. ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഗാസ്ട്രിൻ എന്ത് ചെയ്യും? They stimulate the gastric glands to secrete HCl and pepsinogen. ഗാസ്ട്രിൻ ആണ് എന്തിനു കാരണമാകുന്നത്? നമ്മുടെ ഗാസ്ട്രിക് ഗ്ലാൻഡ് HCl പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ പെപ്സിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻസൈം ആണ് അല്ലെ? ആ പെപ്സിനോജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്? ഗാസ്ട്രിൻ. അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഗാസ്ട്രിൻ ആണ്. അതേപോലെ തന്നെ സെക്രീറ്റിൻ ഉണ്ട്. സെക്രീറ്റിൻ സ്റ്റിമുലേറ്റ്സ് ദ എക്സോക്രൈൻ പാൻക്രിയാസ്. എക്സോക്രൈൻ പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസ് സിന്തസൈസ് ചെയ്യുന്ന പാൻക്രിയാസിന്റെ പാർട്ടിനെയാണ് എക്സോക്രൈൻ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആ എക്സോക്രൈൻ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻ. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എക്സോക്രൈൻ പാൻക്രിയാസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് സെക്രീറ്റ് ചെയ്യുള്ളൂ? വാട്ടറും ബൈകാർബണേറ്റ് അയോൺസും സെക്രീറ്റ് ചെയ്യുള്ളൂ. ഇനി അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് GIP, അതും ഒരു ടൈപ്പ് ഹോർമോൺസ് ആണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് ഹോർമോൺസിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണ് ആര്? Gastric inhibitory peptides GIP. They inhibits gastric secretion. Gastric secretions ഒക്കെ അവർ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ആര് ചെയ്യുക? ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് cholecystokinin അല്ലെങ്കിൽ CCK. They stimulate the secretion of bile from gallbladder and pancreatic enzyme from pancreas. ഇവരെന്താ ചെയ്യുക? ഒന്ന് ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ബൈലിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് എൻസൈംസിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? CCK അല്ലെങ്കിൽ cholecystokinin ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് കൂടാതെ ചില നോൺ എൻഡോക്രൈൻ ടിഷ്യൂസും എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. And these growth factors are essential for the normal growth of tissues and their repairing and regeneration. നമ്മുടെ ടിഷ്യൂസിന്റെ നോർമൽ ഗ്രോത്തിനെയും അതിന്റെ റിപ്പയറിങ്ങിനെയും റീജനറേഷനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരല്ല? നമ്മൾ ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് ഒന്നും ആയിരിക്കില്ല. പകരം മറ്റ് നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ് സിന്തസൈസ് ചെയ്യുന്ന സർട്ടൻ ഹോർമോൺസ് ആയിരിക്കും. Okay, so that is about endocrine gland.
ഇനി നമ്മൾ ഇനി അടുത്ത് പറയുന്നത് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ഹോർമോൺസ് ഉണ്ട്. There are different types of hormones based on the chemical nature. Peptide, polypeptide, protein hormones. Peptide hormones അല്ലെങ്കിൽ polypeptide hormones, protein hormones. ഇതിന് എക്സാമ്പിൾ ആണ് ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആൻഡ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഇതൊക്കെ പെപ്റ്റൈഡ്, പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇനി അതേപോലെ തന്നെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. സ്റ്റിറോയിഡ്സിന് എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, എസ്ട്രാഡിയോൾ, പ്രൊജസ്ട്രോൺ. ഇതൊക്കെ സ്റ്റിറോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഐഡൽ തൈറോയിഡിന് എക്സാമ്പിൾ ആണ് തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, സോ ദാറ്റ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. ഇനി ഈ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് എങ്ങനെയാണ് ഓരോ ഓർഗൻസിലേക്കും ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം ഹോർമോൺസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അവർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ്. അവരുടെ സിന്തസൈസ് ചെയ്യുന്ന ആ സെക്രീഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. ഹോർമോൺസ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആ ഹോർമോൺസ് നേരെ ബ്ലഡിലൂടെ ടാർഗറ്റ് ആയിട്ടുള്ള, അവർ എവിടെയാണോ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ ടാർഗറ്റ് ഓർഗനിൽ മാത്രം പോയിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ സിന്തസൈസ് ചെയ്തു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഒരു ഹോർമോൺ സിന്തസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് കണ്ട വഴിക്കൊന്നും പോവില്ല. അവർക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗനിലായിരിക്കും അവർ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ആ മെക്കാനിസം ആണ് നമ്മളിവിടെ പറയുന്നത്. So the hormones produce their effect by binding to specific receptors on their target tissues. അവരുടെ ടാർഗറ്റ് ടിഷ്യൂസ് ഏതാണോ ആ ടാർഗറ്റ് ടിഷ്യൂസിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ റിസപ്റ്റേഴ്സിലാണ് ആര് പോയിട്ട് ബൈൻഡ് ചെയ്യുക, ഈ ഹോർമോൺസ് പോയിട്ട് ബൈൻഡ് ചെയ്യുക. ആൻഡ് ദ ഹോർമോൺസ് ബൈൻഡ് ടു ഈച്ച് സ്പെസിഫിക് റിസപ്റ്റർ ടു ഫോം ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ആ ഹോർമോൺ ഈ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിനെയാണ് എന്തെന്ന് പറയുക, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഹോർമോൺസ് അതിന്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിലായിരിക്കും പോയിട്ട് ബൈൻഡ് ചെയ്യുക. ടാർഗറ്റ് ഓർഗൻസിൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഹോർമോണെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഹോർമോൺ ഈ റിസപ്റ്ററുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇനി ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ടാർഗറ്റഡ് ടിഷ്യൂസിൽ ഒരുപാട് ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുക. അങ്ങനെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിലും അതെന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിനെയും അത് റെഗുലേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുള്ള ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ മെംബ്രെയിന്റെ മുകളിലായിരിക്കും ഈ ഹോർമോണിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ സെൽ മെംബ്രെയിനിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുക, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ആ റിസപ്റ്റർ. ഇതാണ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ. ആ പ്ലാസ്മ മെംബ്രെയിനിലാണ് ആ റിസപ്റ്റർ കാണുന്നത്. അങ്ങനെ മെംബ്രെയിനിൽ കാണുന്ന, സെൽ മെംബ്രെയിനിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുക, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് പറയുക. അതുകൂടാതെ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെല്ലിനുള്ളിലായിരിക്കും കാണാം. മെയിൻലി ന്യൂക്ലിയസിനുള്ളിലാണ് ആര് കാണാം, ഈ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് കാണാം. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണുന്നത്, ഈ ഹോർമോണെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ കാണുന്നത്. സോ അങ്ങനെയുള്ള റിസപ്റ്റേഴ്സിന് എന്ത് പറയും, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയാം. ഇപ്പൊ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ചില ഹോർമോൺസ് ലൈക്ക് പ്രോട്ടീൻ ഹോർമോൺസ്, അതായത് FSH, ഇവരൊക്കെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സുമായിട്ടാണ് എന്ത് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. സോ സം ഹോർമോൺസ് interact with the membrane bound receptors. അവർ എന്തില്ല ചെയ്യില്ല, ഈ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല. ആകെ എവിടെ വരെ എത്തുള്ളൂ, ആ ഹോർമോൺ നേരെ വന്നിട്ട് ഇതാണ് ആ റിസപ്റ്റർ എങ്കിൽ ആ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് എന്ത് ഫോം ചെയ്യും, നമ്മളുടെ കോംപ്ലക്സ് ഫോം ചെയ്യും. ഏത് കോംപ്ലക്സ്, മെംബ്രെയിൻ ബൗണ്ട്, അതായത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു പ്രൈമറി റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് റെസ്പോൺസ്, ആ പ്രൈമറി റെസ്പോൺസ് ഉണ്ടായിരിക്കും. ആ പ്രൈമറി റെസ്പോൺസിന്റെ ബേസിൽ എന്ത് സിന്തസൈസ് ചെയ്യും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും, ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യും. പ്രൈമറി റെസ്പോൺസിന്റെ റിസൾട്ട് ആയിട്ട് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഫോം ചെയ്യും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. ആ സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താവാം, സൈക്ലിക് AMP അല്ലെങ്കിൽ കാൽഷ്യം അയൺസ് ആവും.
ഓക്കെ, അങ്ങനെ ആ പറയുന്ന സെക്കൻഡ് മെസ്സഞ്ചർ എന്ത് ചെയ്യും, അവിടെ ജനറേറ്റ് ചെയ്യും. ഇനി ഈ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുക. ബയോകെമിക്കൽ റെസ്പോൺസസിന് കാരണം ഈ സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അത് പിന്നീട് എന്തിനു കാരണമാവും, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആയിട്ടുള്ള, അതായത് ഓവേറിയൻ ഗ്രോത്ത് ആണെങ്കിൽ ആ FSHന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓവേറിയൻ ഗ്രോത്ത് അതിനൊക്കെ റെസ്പോൺസിബിൾ ആവും. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ, ആ ബയോകെമിക്കൽ ചേഞ്ചസ് നടന്നെങ്കിൽ മാത്രമേ ഈ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് എന്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിൽ നടക്കുന്നത്. സോ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിൽ ഹോർമോൺസ് നേരെ പോയിട്ട് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, നമ്മളുടെ ഹോർമോൺ റിസപ്റ്റേഴ്സിൽ, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവർ എന്ത് ഫോം ചെയ്യും, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഒരു റെസ്പോൺസ് ഉണ്ടാവും, അതാണ് പ്രൈമറി റെസ്പോൺസ്. ഈ പ്രൈമറി റെസ്പോൺസിന്റെ റിസൾട്ട് ആയിട്ട് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ അവിടെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് സെക്കൻഡ് മെസ്സഞ്ചർ മേ ബി സൈക്ലിക് AMP ഓർ കാൽഷ്യം അയൺസ്. ഇനി അതിന്റെ റിസൾട്ട് ആയിട്ട്, ആ സെക്കൻഡ് മെസ്സഞ്ചറിന്റെ റിസൾട്ട് ആയിട്ട് ആ സെല്ലിനുള്ളിൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കും. അതിന്റെ റിസൾട്ട് ആണ് എന്തുണ്ടാവുക, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓവേറിയൻ ഗ്രോത്ത്. സോ ദാറ്റ് ഈസ് അബൌട്ട് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററിൽ ഇവിടെ റിസപ്റ്റർ കാണുന്നത് അതിന്റെ ന്യൂക്ലിയസിനുള്ളിലൊക്കെ ആയിരിക്കും. അതായത് മെയിൻലി ആ ജീനോമിൽ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയായിരിക്കും. ജീനോം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാലോ, ആ ജീനോമിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അത് കാണുന്നുണ്ടാവുക, ഈ ഒരു റിസപ്റ്റർ കാണുന്നുണ്ടാവുക. സോ ഇൻ സം ഹോർമോൺസ് ഇന്ററാക്ട് വിത്ത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. ചില ഹോർമോൺസ് ഇന്ററാക്ട് ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുക. മോസ്റ്റ്ലി ന്യൂക്ലിയർ റിസപ്റ്റർ. ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെയാണ് എന്തെന്ന് പറയാ, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. അങ്ങനെ ഈ പറയുന്ന ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹോർമോൺസിന് എക്സാമ്പിൾ ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസും അതേപോലെ തന്നെ അയോഡോതൈറോയിൻസും. ഓക്കെ, ഇനി ഇവർ ഈ പറയുന്ന ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്ന് ജീനിന്റെ എക്സ്പ്രഷനെയാണ്. ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്രോമസോംസിന്റെ ഫംഗ്ഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദേ മോസ്റ്റ്ലി റെഗുലേറ്റ് ദ ജീൻ എക്സ്പ്രഷൻ ഓർ ക്രോമസോം ഫംഗ്ഷൻ by interaction of hormone receptor complex within the genome. ജീനോമിലായിരിക്കും ആര് കാണുന്നുണ്ടാവുക, ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. അതിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇവർ ആ ജീനോമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തിനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക, ആ ജീനിന്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ക്രോമസോമിന്റെ ഫംഗ്ഷൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ടായിട്ട് അതിന്റെ ഒക്കെ റിസൾട്ടായിട്ട് കുറച്ച് ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബയോകെമിക്കൽ ആക്ഷൻസ് ഉണ്ടാവും. ആ ബയോകെമിക്കൽ ആക്ഷൻസ് ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കും. അത് മേ ബി അതെന്തായിരിക്കും, ഒരു ഡെവലപ്മെന്റൽ എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സെൽ മീഡിയേറ്റ്, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. പിന്നെ ഒന്നുകൂടി ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹോർമോൺസ്, അതായത് ഈസ്ട്രജൻ പോലെയുള്ള ഒരു ഹോർമോൺ ആണെന്ന് വിചാരിക്കാം, അതെന്ത് ചെയ്യും, ഈ ന്യൂക്ലിയർ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആ ഹോർമോൺ റിസപ്റ്റർ എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. അവര് ജീനോമിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും, mRNA ഫോം ചെയ്യും. ആ ഒരു ചേഞ്ചസിനനുസരിച്ചിട്ട് mRNA ഫോം ചെയ്യും. mRNAയിൽ നിന്ന് എന്തുണ്ടാവും, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. ആ പ്രോട്ടീൻ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നുണ്ടായിരിക്കും, ഇതാണ് എന്തിന് എക്സാമ്പിൾ, ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററിന് എക്സാമ്പിൾ. ഈ പറയുന്ന ഹോർമോൺ അത് ഈസ്ട്രജൻ ആയിരിക്കാം. ആ ഈസ്ട്രജൻ എന്ത് ചെയ്യും, മെംബ്രെയിനുള്ളിലൂടെ വന്ന് എവിടേക്ക് എത്തും, ഇത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനുള്ളിലൂടെ എവിടേക്ക് എത്തുകയാണ്, ന്യൂക്ലിയസിനുള്ളിലേക്ക് എത്തുകയാണ്. ആ ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണുന്നത്, ഇതിന്റെ റിസപ്റ്റർ കാണുന്നത്. അങ്ങനെ ഇവർ നേരെ പോയിട്ട് ഈ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ആ ജീനോമിൽ കാണുന്ന ആ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഡയറക്റ്റ് ആയിട്ട് എന്തിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീൻ എക്സ്പ്രഷനെ തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജീനോമിൽ ആക്ട് ചെയ്തിട്ട് ആ ജീനോമിൽ നിന്ന് എന്ത് ഫോം ചെയ്യും, mRNA ഫോം ചെയ്യും. mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് അതിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാകും. ആ പ്രോട്ടീൻ എന്തുണ്ടാക്കും, ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കും. ആ ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ടിഷ്യൂ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഹോർമോൺ, അല്ലെങ്കിൽ സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ
മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചിട്ടും ആ ഗ്ലാൻസിന്റെ സെക്രീഷൻസ് ആയിട്ടുള്ള ഹോർമോൺസിനെ കുറിച്ചിട്ടും ഈ ഹോർമോൺസ് ഓരോന്നും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.